വണക്കം. കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ ചിരിച്ചവരും ട്രോളിയവരും കളിയാക്കിയവരും ഒക്കെ ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. അവരെ എല്ലാം കൊണ്ട് കൈയടിപ്പിക്കുകയാണ് 5 വർഷത്തിന് ഇപ്പോൾ നോക്കുമ്പോൾ വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി. ഈ കൈയടിപ്പിക്കുന്ന പരിപാടി പുള്ളി തുടങ്ങിയിട്ട് കുറേ കാലമായി. ഒരു പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇത് ഞങ്ങളുടെ പൂക്കിക്കൂട്ടനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് വരെ എത്തി. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ശിവൻകുട്ടിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷങ്ങളിലായി വിദ്യാർത്ഥികളുടെ ശ്രദ്ധയാകർഷിക്കാനും അവർക്ക് വേണ്ടി നിൽക്കാനും അവരുടെ ശബ്ദമാകാനും ഒക്കെ ശിവൻകുട്ടിക്ക് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ സംസ്ഥാന കലോത്സവം, സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ കാസർഗോഡുള്ള ആ ഒരു വിദ്യാർത്ഥിനി, സുഖമില്ലാതെ കിടക്കുന്ന ആ വിദ്യാർത്ഥിനിയുടെ വീട്ടിലേക്ക് ഈ കലോത്സവം കൊണ്ടു ചെന്നെത്തിക്കാൻ ശിവൻകുട്ടി എടുത്തൊരു തീരുമാനം, അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള അനവധി തീരുമാനങ്ങളെടുത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിയായി അല്ലെങ്കിൽ മന്ത്രിമാരിൽ ഒരാളായി ശിവൻകുട്ടിയെ നമുക്ക് പരിഗണിക്കാവുന്ന നിലയിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കഴിഞ്ഞു. അത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ 40 ലക്ഷത്തോളം വരുന്ന സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നൽകിയ സമ്മാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ ഈ അധ്യയന വർഷം തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങളും യൂണിഫോമുകളും തയ്യാറായി കഴിഞ്ഞു. അതായത് ഈ അടുത്ത തവണ സ്കൂൾ തുറക്കുമ്പോൾ, ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ പുസ്തകങ്ങളുമായിട്ട് വീട്ടിൽ പോകാമെന്നാണ് സർക്കാർ പറയുന്നത്. അതായത് സ്കൂളിൽ പോവാം. അതായത് മലയാളം കിട്ടിയില്ല, കണക്ക് കിട്ടിയില്ല, സയൻസ് വരാനുണ്ട്, ജോഗ്രഫി വഴി കിടക്കുന്നു, ഇങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. പുസ്തകം മൊത്തം തരികയാണ്, ഇതുമായിട്ട് നിങ്ങളങ്ങ് പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം, പാഠപുസ്തകങ്ങളുടെ വിതരണം, അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങിലെ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. നിങ്ങളുടെ അനുഭവത്തിൽ പാഠപുസ്തകം കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് പാഠപുസ്തകം വൈകിട്ടില്ല. അതിന് കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 2016 തൊട്ട് മുൻപുള്ള കാലമാണ്. ആ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ജൂണിൽ സ്കൂൾ തുറന്നു, അപ്പോഴില്ല. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ പോവുകയാണ് മാസങ്ങൾ. അപ്പോഴൊന്നും പാഠപുസ്തകം എത്തുന്നില്ല. അപ്പോഴാണ് അധ്യാപകര് വല്ലാതെ പ്രയാസപ്പെടുകയുള്ളൂ. കുട്ടികൾക്ക് പാഠപുസ്തകമില്ലാതെ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകര് കണ്ടെത്തിയൊരു വഴിയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക, പാഠഭാഗങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുക. അങ്ങനൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പാഠം തല്ലിപ്പടിച്ചും അതെ, അത് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. ഏതായാലും അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. ഇനി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള അധികാരമുണ്ട്. ഇത് കൊടുത്തിട്ടാണല്ലോ, ചെയ്തിട്ടാണല്ലോ പറയുന്നത്. 10 കൊല്ലം മുമ്പ് പാഠപുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം കുട്ടികൾക്കുണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കുകയാണെന്ന് വളരെ നെഞ്ചും വെച്ച് എന്ന് ശിവൻകുട്ടി പറയുകയാണ്. നെഞ്ചു വിരിക്കാം, അതിനുള്ള പരിപാടിയാണല്ലോ ചെയ്തത്. സാധാരണഗതിയിൽ മുൻപ് പരീക്ഷയ്ക്ക് പുസ്തകം കിട്ടാത്തതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുന്നു. 2016 മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ 2016 അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഒരു മഹാൻ ഇന്ന് പറയുകയാണ്, ഇന്ന് നമ്മുടെ കേരളത്തിലെ 43 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകം കൊടുത്ത് യൂണിഫോം കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച ആ സംഭവം ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു മഹാൻ പറയുകയാണ്. നിർത്തും സാറേ, ഒരു മിനിറ്റ്. ഈ പറഞ്ഞ മഹാൻ അതാരായാലും ഒന്ന് അറിയണമല്ലോ. ആരാണ് സാറേ ആ മഹാൻ? പുള്ളി എന്താ പറഞ്ഞേ? അതോടെ ഒന്ന് കേൾക്കട്ടെ. ഈ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് നേരെയുള്ള ഒരു പോർവിളി നടത്തിയിരിക്കുകയാണ്. സർക്കാർ വിദ്യാലയങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ തുഗ്ലക് പരിഷ്കാരം എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് കാര്യം ഞാൻ നമ്മുടെ കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.
പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോം എത്തിക്കുന്നത് ഭരണപരമായ മികവാണ്. അല്ലാതെ പഴയ കാലഘട്ടത്തെ പോലെ ഓണം കഴിഞ്ഞിട്ടും പുസ്തകത്തിനായി കുട്ടികളെ തെരുവിൽ കാത്തു നിൽക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇനി നമുക്കിത് പറഞ്ഞ ആളിനെ അന്വേഷിച്ച് പോയാൽ നന്നായിരിക്കും. അന്വേഷിച്ച് ചെന്നപ്പോൾ ആരാ പറഞ്ഞതറിയോ? മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. ഏത് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പുള്ളി പറഞ്ഞു. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുമെന്നായി എൻ്റെ സംശയം. പുള്ളി അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന ഒരാളല്ല. പുള്ളിനെയും പിടിവിട്ടോ ഒന്ന് അറിയണമല്ലോ. എന്താ പുള്ളി പറഞ്ഞതെന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയെന്ന് അറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതൊക്കെ തീരുമാനിക്കുന്നത് ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ലേ 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമാണ്. എന്തെല്ലാം തുണ്ടൊക്കെ പരിഷ്കാരങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. നാടകം അപ്പോൾ ശരിക്കും പറഞ്ഞതാണല്ലേ? ഞാൻ വിചാരിച്ച് രാഷ്ട്രീയ ശത്രുക്കൾ ചുമ്മാ പറഞ്ഞതായിരിക്കുന്ന. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ ഈ പാഠപുസ്തക വിതരണം നടത്തുന്നതിന് മുമ്പേ രാവിലെ ആലപ്പുഴ ഇത് അടിച്ചിട്ടത്ര. ഏത് ഇതിലത് വലിയ കാര്യമൊന്നുമില്ല. ഏത് തോറ്റോ ജയിച്ചോ എന്നറിയാതെയാണോ പിള്ളേർക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നത്? എൻ്റെ പൊന്നു സാറേ, ഇത് പിള്ളേർക്ക് കൈവരെടുത്ത് കൊടുക്കാതില്ല. തോറ്റാൻ ജയിച്ചാലും അവർ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവരെ ഈ പുസ്തകം കാണും. അതല്ലേ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനിങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരുന്നു അടുത്ത ഡയലോഗ്. ഇതോടുകൂടി കംപ്ലീറ്റ് പൊളിഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചത്. പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് നമ്മുടെ തൃക്കാക്കരയിൽ പ്രൊഫസറുണ്ട്, അവിടെ അടിക്കുന്നതാണ്. അതെന്താ വലിയ ഭരണ നേട്ടമാണ്. കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് പുസ്തകം കൊടുത്തത്. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ ഇരിക്കുന്നു? താളിയോലയിൽ എഴുതി പഠിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന്. താളിയോലയിൽ മാത്രമല്ല, അതിന് മുമ്പ് കല്ലിലും തറയിലും ഒക്കെ എഴുതി പഠിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു എന്നും പറഞ്ഞ് അടുത്ത വല്ല സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർക്ക് തറയുണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അവർക്ക് കല്ലെടുത്ത് കൊടുക്കാൻ പറ്റുമോ? വോട്ട് താളിയോല കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഈ താളിയോലയിൽ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും? എൻ്റെ പൊന്നു സാറേ, കാലമൊക്കെ കഴിഞ്ഞു പോയി. ആ കാലമൊക്കെ കടന്നല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. അങ്ങനെ ഏതെല്ലാം കാലം കടന്നാണ് നമ്മളിവിടെ എത്തിയത്. നേരത്തെ ശിവൻകുട്ടി പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് കാലവും കടന്നല്ലേ നമ്മളിവിടെ എത്തിയത്. സാർ ഒന്ന് സമ്മതിക്കും സാറേ. അപ്പോഴും ചെന്നിത്തല സാർ പറയുന്നത് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ്. ഇനി ചെന്നിത്തല സാറിൻ്റെ സമ്മതം പോരെങ്കിൽ, പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാം. പുള്ളി എന്താ പറയുന്നത് അറിയണമല്ലോ. ഒരു പ്രാവശ്യമൊക്കെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിൻ്റെ ഒരു ഡിലേ വന്നത്. അത് അതിൻ്റെ ഓർഡർ കൊടുക്കുന്നത് സംഭവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ അത് ഊതി വീർപ്പിച്ച് UDF ഭരിച്ച 5 കൊല്ലവും ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചതെന്നൊക്കെ അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം വൈകി. അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ട. കൊടുത്ത നല്ല കാര്യം, ഞാനതിനെ വിമർശിക്കൊന്നുമില്ല. അതാണ് പുള്ളിയും പറഞ്ഞതാണ്, പാഠപുസ്തകം കൊടുത്താൽ നല്ല കാര്യം തന്നെ, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? അത് ശരിയാണ്, ക്രെഡിറ്റ് എടുക്കുന്നത് ഭയങ്കര മോശമാണ്. കാരണം 10 കൊല്ലം മുമ്പാണല്ലോ ഈ ഓണപരീക്ഷയുടെ സമയത്ത് പുസ്തകം കിട്ടാഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്ന് എൻ്റെ കുഴപ്പമാണെന്നൊക്കെ ചോദിച്ചത്. ഏത് അതിൻ്റെ ക്രെഡിറ്റ് ആ പുള്ളി എടുത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ക്രെഡിറ്റും ശിവൻകുട്ടി എടുക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും കോറ്റൂർ ക്ലാസ്സസ് പോയിരുന്ന് നല്ലപോലെ പഠിക്കുക, പരീക്ഷ എഴുതുക. അടുത്ത കൊല്ലം ഈ പുസ്തകങ്ങളുമായിട്ട് നിങ്ങളെല്ലാവരും സ്കൂളുകളിൽ പോകാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. 10 കൊല്ലം മുമ്പ്, അതായത് ഇതിനെല്ലാം ഈ പറഞ്ഞ ട്രോളുകൾക്കെല്ലാം കാരണം, അല്ലെങ്കിൽ ഈ സൂചിപ്പിച്ച കാര്യത്തിനെല്ലാം കാരണക്കാരനായ ഒരാളുണ്ടായിരുന്നല്ലോ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. പുള്ളി വല്ലതും പറഞ്ഞായിരുന്നോ? എന്തായാലും പറയുമായിരിക്കും, കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.